ഈ കിടക്കുന്നത് നമ്മുടെ പഞ്ചിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആണ്. അതായത് ഏറ്റവും ബേസ് മോഡൽ വരുന്നത് പ്യൂർ എന്നതാണ്. പ്യൂറിൽ തന്നെ പ്യൂർ ഓപ്ഷൻ എന്നൊരു വേരിയൻ്റ് കൂടി വരുന്നുണ്ട്. ആ കിടക്കുന്ന വേരിയൻ്റ് ആണ്. അതായത് പ്യൂർ ഓപ്ഷൻ എന്നൊരു വേരിയൻ്റ് ആണ് ഈ കിടക്കുന്നത്. പ്രൈസിലേക്ക് വരാം. ഏറ്റവും ബേസ് മോഡൽ ആണെങ്കിൽ നമുക്ക് 692 ഓൺ റോഡ് വരുന്നത്. ഈ കിടക്കുന്ന വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ 7,78,000 നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട്. ഈ ഒരു പ്യൂർ ഓപ്ഷന് ശേഷം അഡ്വഞ്ചർ എന്നൊരു വേരിയൻ്റ് വരുന്നുണ്ട്. അതിന് 8,17 ഓൺ റോഡ് വരുന്നത്. അക്കംപ്ലിഷ്യൽ പ്ലസ് എന്നൊരു വേരിയൻ്റ് ആണെങ്കിൽ 9,50 ടോപ്പ് ആൻഡ് ക്രിയേറ്റീവ് പ്ലസിന് 10 ലക്ഷം രൂപയും നമുക്ക് ഓൺ റോഡ് വരും. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്വഞ്ചർ മുതലാണ്. ഈ വേരിയൻറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടില്ല. അഡ്വഞ്ചർ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 8,83,000 അക്കംപ്ലിഷ്യൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 10,17 ക്രിയേറ്റീവ് പ്ലസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 10,68 ഓൺ റോഡ് വരുന്നുണ്ട്. ഇതിൻ്റെ EV മോഡലാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ 11,06,000 രൂപയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. CNG ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസ് മോഡൽ കിട്ടുന്നുണ്ട്. 7,97 വാഹനം കിട്ടും. ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ എടുക്കണമെന്നുണ്ടെങ്കിൽ വെറും 70,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. 7 വർഷത്തേക്കാണെങ്കിൽ ഒരു 9,500 5 വർഷത്തേക്കാണെങ്കിൽ ഒരു 12,500 റേഞ്ചിൽ ഈ മോഡലിന് EMI നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു പഞ്ചിലേക്ക് ഒരു സമയത്ത് ടാറ്റയുടെ ലൈനപ്പിൽ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു ടാറ്റ പഞ്ച് എന്ന് പറയുന്നത്. സേഫ്റ്റി വൈസും സ്റ്റെബിലിറ്റി വൈസും എല്ലാം ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. അപ്പോൾ ഇതൊരു വൈറ്റ് കളർ വാഹനമാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഹാലജൻ ടൈപ്പാണ് എല്ലാം യൂണിറ്റ് വരുന്നത്. ഈ ഒരു പോർഷനിൽ പാർക്ക് ലൈറ്റ് കൊടുത്തു. ഫോഗിലാകുമ്പോൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യണം. സൈഡ് പോർഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് വീൽ കപ്പ് നമുക്ക് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു മിറർ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽ ബ്ലാക്ക് കളർ വരുന്നുണ്ട്. കൂടാതെ 90 ഡിഗ്രി ഡോർ ഓപ്പണിങ്ങും ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് റിയർ സൈഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഡിഫോഗർ ലൈനും റിയർ വൈപ്പറും ഒന്നും ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നില്ല. പഞ്ചിൻ്റെ ഒരു ബ്രാൻഡിങ് നമുക്ക് കൊടുത്തിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മോശമല്ലാത്ത രീതിയിലൊരു ബൂട്ട് സ്പേസും ഈ ഒരു മോഡലിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഏകദേശം 366 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. 187 mm എന്ന നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും ഈ മോഡലിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പ്യൂർ ഓപ്ഷൻ എന്നൊരു വേരിയൻറ്റിൽ 4 ഡോർ പവർ വിൻഡോ മിറർ ഇലക്ട്രിക്കലി കൺട്രോളിങ്ങും വരുന്നുണ്ട്. കൂടാതെ സെൻട്രൽ ലോക്ക് നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരുന്നില്ല നമുക്ക്. പക്ഷേ സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കമ്പനി നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. AC മാനുവലി കൺട്രോൾ ചെയ്യാൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം നിങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വെക്കേണ്ടതായിട്ട് വരും. 5 സ്പീഡ് ഗിയർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാണാം. ഈ ഒരു സെൻട്രൽ ടണലിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തു. ഫ്രണ്ടിൽ 2 ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് കമ്പനി നൽകിയത്. ഫുൾ ഒരു ഡാർക്ക് തീമിലാണ് ആ ഒരു സീറ്റ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്റ്റോറേജ് സ്പേസും കാണാം. ഈ ഒരു ഡോർ നമുക്ക് 90 ഡിഗ്രി ഓപ്പണിങ് കമ്പനി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തൈ സപ്പോർട്ട് ഈ ഒരു മോഡലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സീറ്റ് അത്യാവശ്യം പുറകിലേക്ക് ഇട്ടാൽ പോലും ഇത്രത്തോളം സ്പേസ് കിട്ടുന്നുണ്ട്. നല്ല ലെഗ് റൂം വരും, നല്ല ഹെഡ് റൂം വരും. 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഈ മോഡലിൽ 1.2 ലിറ്ററാണ് കമ്പനി എഞ്ചിൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഒരു 20.9 കിലോമീറ്റർ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു സിറ്റി യൂസിന് ഒരു 14-15 റേഞ്ചിലായിരിക്കും നമുക്ക് മൈലേജ് കൺഫേം ആയിട്ട് നമുക്ക് കിട്ടുന്നത്. EV വരുന്നുണ്ട്. CNG നമുക്ക് അവൈലബിൾ ആണ്. കൂടുതലായിട്ട് അറിയാം താഴെ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.